തായ്ലൻഡ് കംബോഡിയ സംഘർഷം രൂക്ഷമാകുന്നു. അതിർത്തി തർക്കമാണ് സംഘർഷത്തിന് കാരണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം. ഏതാണ്ട് 817 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലൻഡും കംബോഡിയയും. 1953 വരെ കംബോഡിയ ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു. ഇക്കാലത്താണ് രാജ്യത്തിൻ്റെ അതിർത്തി നിർണയിച്ചത്. 1907 അതിർത്തി നിർണയ കരാറിലെത്തിയത്. കരാർ പ്രകാരം പുരാതന ഹിന്ദു ക്ഷേത്രം കംബോഡിയയിലെത്തി. ക്ഷേത്രം കംബോഡിയയുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്നതിനെ പിന്നീട് തായ്ലൻഡ് എതിർത്തു. ക്ഷേത്രം തങ്ങളുടെ അതിർത്തിയിലാണെന്നാണ് കംബോഡിയയുടെ അവകാശവാദം. 1959 കംബോഡിയ തർക്ക വിഷയത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയുടെ അതിർത്തിയിലാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവ് തായ്ലൻഡ് അംഗീകരിച്ചു. എന്നാൽ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ തങ്ങളുടെ അതിർത്തിയിലാണെന്ന് തായ്ലൻഡ് വാദിച്ചു. വർഷങ്ങളായി ഈ തർക്കം തുടരുകയാണ്. പ്രീക് വിഹാർ എന്ന ക്ഷേത്രത്തെ ചൊല്ലിയാണ് തർക്കം. 11-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. 2008 ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ കംബോഡിയ ശ്രമങ്ങൾ തുടങ്ങി. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം വീണ്ടും രൂക്ഷമായി. കംബോഡിയയുടെ നടപടിക്കെതിരെ തായ്ലാൻഡിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. 2011 ഈ തർക്കം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലെത്തുകയും ചെയ്തു. ഒരാഴ്ചയോളം നീണ്ടുനിന്ന സംഘർഷത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. 2024 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അല്പം അയവ് വന്നിരുന്നു. തായ്ലൻഡ് കംബോഡിയൻ അതിർത്തിയിലെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിൽ ഇരു രാജ്യങ്ങളും സ്ഥിരമായി ചെക്ക് പോയിന്റുകളും തുറന്നു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഈ ബന്ധത്തിൽ വീണ്ടും വിള്ളലുണ്ടായി. മെയ് മാസത്തിൽ അതിർത്തിയിലെ എമറാൾഡ് ട്രയാങ്കിളിൽ വെച്ച് തായ്ലൻഡ് സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടു. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായത്. ഇരു രാജ്യങ്ങളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന അതിർത്തി പ്രദേശമാണ് എമറാൾഡ് ട്രയാങ്കിൾ. ഏറ്റവും ഒടുവിൽ അതിർത്തിയിൽ ഒരു സ്ഫോടനത്തിൽ 5 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇപ്പോഴത്തെ സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഇതാണ്. പ്രതികാരമായി തായ്ലൻഡ് കംബോഡിയയുടെ അംബാസഡറെ പുറത്താക്കി. മാത്രമല്ല അതിർത്തിയിലൂടെയുള്ള എല്ലാ വഴികളും അടയ്ക്കുകയും ചെയ്തു. മറുപടിയായി കംബോഡിയ തായ്ലൻഡുമായുള്ള നയതന്ത്ര ബന്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അംബാസഡറെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. പിന്നാലെയാണ് അതിർത്തിയിൽ അതിരൂക്ഷമായ വെടിവയ്പ് തുടങ്ങിയത്. നിലവിൽ അതിസങ്കീർണമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. അതിനിടയിൽ നയതന്ത്ര തലത്തിൽ സംഘർഷം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.